ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു ഫ്രഷ് ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടൊരു എൻഡിംഗ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റുകളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 61 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 15,799-ലും സെൻസെക്സിൽ ഏകദേശം 174 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 52,474-ലും ബാങ്ക് നിഫ്റ്റിയിൽ 83 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോടുകൂടി 35,047-ലുമായിരുന്നു ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ, IT, ഫാർമ ഈ ഒരു സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ റാലി നിഫ്റ്റി ഇന്ത്യൻ മാർക്കറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റിയാലിറ്റി, മീഡിയ ഈ ഒരു സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഡിക്ലൈനും കാണാനായിട്ടുണ്ടായിരുന്നത്. ഇനി സെക്ടറിൻ്റെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ സെക്ടറിന് ഒരു വീക്കിലി ചാർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടുത്തൊരു ബ്രേക്കൗട്ടുകൾ ആവശ്യമാണ് ഇനിയൊരു റാലി മുൻപോട്ട് പോകാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ IT, ഫാർമ സെക്ടറൊക്കെ ഒരു ബുള്ളിഷായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റാലി തുടരാനുള്ള സാധ്യതകൾ നമുക്ക് ഈ ഒരു സെക്ടറുകളിൽ ഇനിയും പ്രതീക്ഷിക്കാം. ഓട്ടോ, റിയാലിറ്റി, മീഡിയ സെക്ടറുകളൊക്കെ അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറുകളൊക്കെ ഒരു ബിയറിഷ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ഒരു റെക്കോർഡ് ഹൈയിലേക്കാണ് റാലികൾ പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയിൽ മാത്രമല്ല ബോർഡർ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഏകദേശം 0.2% ഗെയിനും സ്മോൾ ക്യാപ്പിൽ ഏകദേശം 1% ഗെയിൻ 0.98% ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഏഷ്യൻ മാർക്കറ്റിൻ്റെ ട്രെൻഡിനെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ട്. എന്നിരുന്നാലും ഡെയിലി ചാർട്ടിൽ ഫോം ചെയ്തൊരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ്. അതായത് റെക്കോർഡ് ഹൈയിലേക്ക് മാർക്കറ്റ് എത്തിയെങ്കിലും ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഒരു ഇൻഡിസിസീവായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ഒരു റാലി തുടരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്നത്തെ ഡോജിയുടെ ഒരു ഹൈ, അതായത് ഏകദേശം 15,840 മുകളിലേക്ക് ഒരു ബ്രേക്കൗട്ടുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ ആവശ്യമാണ് ഇനി നിഫ്റ്റിയിൽ ഒരു റാലി തുടരണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ തുടർന്നാൽ നമുക്ക് 16,000 വരെയുള്ള റാലികൾ നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അതല്ല ബ്രേക്കൗട്ടുകൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിലുള്ള ഒരു കൺസോളിഡേഷൻ ആയിരിക്കും നിഫ്റ്റിയിൽ നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാനായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നിഫ്റ്റിയിലൊരു ബുള്ളിഷ് ട്രെൻഡ് തുടരാനുള്ള ഒരു സാധ്യതകൾ നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കഴിഞ്ഞ ഒരു 3-4 ആഴ്ചകളിലായിട്ട് വീക്ക്ലി ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാലും ബുള്ളിഷായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് നിലനിൽക്കുന്നു. എന്നിരുന്നാലും നമുക്കൊരു റാലികൾ തുടരണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്കൗട്ടുകൾക്കായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് ഇനി ഗുണകരമായിട്ട് നിൽക്കുന്ന വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിലൊക്കെ നാളെ മുതൽ ലോക്ക്ഡൗണിൽ കുറേ റിലാക്സേഷൻസ് കൊണ്ടുവരാൻ പോകുന്നു. അതുപോലെ തന്നെ കൊറോണ കേസസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നല്ല രീതിയിലുള്ളൊരു ഡിക്ലൈനുകൾ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ വാക്സിനേഷനൊക്കെ ആണെങ്കിലും ഇച്ചിരി വേഗത്തിലൊക്കെ നടക്കുന്നു എന്നുള്ള വാർത്തകൾ മാർക്കറ്റിന് ഗുണകരമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും ഗ്ലോബൽ മാർക്കറ്റിനും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ ജൂൺ 16-ാം തീയതി വരാൻ പോകുന്ന US ഫെഡ് മീറ്റിങ്ങിൻ്റെ റേറ്റ് ഡിസിഷൻ ആണ്. അവരുടെ ഫെഡ് റിസർവിൻ്റെ മീറ്റിങ്ങിൽ ഔട്ട്കം ആയിരിക്കും ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഡാറ്റയായിട്ട് നമുക്ക് അതുപോലെ ഗ്ലോബൽ മാർക്കറ്റും നിലനിൽക്കുന്നത്. ഇനി അടുത്തായിട്ട് ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ആ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ആ ഒരു ഗെയിൻ ഹോൾഡ് ചെയ്യാൻ സാധിച്ചില്ല. സെല്ലിംഗ് പ്രഷർ വീണ്ടും ബാങ്ക് നിഫ്റ്റിയിൽ വന്നു. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ നമുക്കൊരു ബിയറിഷ് ക്യാൻഡിൽ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വീക്ക്ലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്കൊരു ബിയറിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഈ ഒരു 34,740 എന്നുള്ള റേഞ്ചിനൊക്കെ ഹോൾഡ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിലൊരു കൺസോളിഡേഷൻ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡിക്ലൈനുള്ള സാധ്യതകളായിരിക്കും നിലനിൽക്കുക. എന്ന് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ എന്നുള്ള രീതിയിലേക്കാണ് ബാങ്ക് നിഫ്റ്റി കൂടുതലായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് അനലിസ്റ്റുകളൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് ഒരു 16,000-ലേക്കുള്ള ഒരു റാലി നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിന് ബാങ്കിങ് സെക്ടറുകൾ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിലൊന്നും ശ്രദ്ധിച്ച് തന്നെ കാണാം. ഇനി അടുത്തായിട്ട് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ US മാർക്കറ്റ് ഒരു പോസിറ്റീവ് മൂഡിലാണ് ഉണ്ടായിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റുകളും ഒരു പോസിറ്റീവ് എൻഡിങ് കാണുന്നു. ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ SGX നിഫ്റ്റി 52 പോയിൻറ്റ്സ് ഡൗണിലാണ് ട്രേഡ് എൻഡായിട്ടുള്ളത് 12-ാം തീയതി. അപ്പോൾ തീർച്ചയായിട്ടും നാളെ രാവിലെയും SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് വരാൻ സാധ്യതകൾ. ഇനി അടുത്തായിട്ട് രൂപയുടെ മൂല്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡോളറിന് അഗെയിൻസ്റ്റായിട്ട് വീണ്ടും ചെറിയൊരു ലോസ് അനുഭവപ്പെട്ടു. 73.07-ലാണ് ട്രേഡ് എൻഡായിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് 18 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് വലുതായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ന്യൂട്രലായിട്ട് തന്നെയാണ് ഇവർ വെള്ളിയാഴ്ച ട്രേഡ് ആയിട്ടുള്ളത്. അത് തുടർന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേണും നമ്മൾ കാണുന്നുണ്ട് ഡെയിലി ചാർട്ടിൽ. ഇനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 666 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് എല്ലാ മാർക്കറ്റുകളൊക്കെ ഒരു ന്യൂട്രലായിട്ടാണ്, ഇപ്പോൾ പ്രത്യേകിച്ചും ഏഷ്യൻ മാർക്കറ്റുകളും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ രൂപയും ന്യൂട്രലായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ട്രാക്ക് ചെയ്യുന്ന കാര്യവും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ ലെവലുകളിൽ നിന്നുള്ള ബ്രേക്ക് ഔട്ടുകൾക്കായും തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. ഇനി സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് പോളിക്യാബ് അതേപോലെ തന്നെ എംഫസിസ്, ഈ ഒരു 2 സ്റ്റോക്കുകൾ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽസ് ഈ ഒരു ചാർട്ടുകളിൽ കാണുന്നൊരു എംഫസിസിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ഒരു ചാർട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഗെയിനോട് കറക്ഷൻ ഗെയിൻ എന്നുള്ള രീതിയിൽ എംഫസിസിൻ്റെ ചാർട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ചാർട്ട് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തായിട്ട് ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഒരു കൺസോളിഡേഷന് ശേഷം വീണ്ടും ഒരു ബുള്ളിഷ് സിഗ്നൽസ് ഹിന്ദുസ്ഥാൻ കോപ്പറിൽ കാണുന്നുണ്ട്. നമുക്കൊരു 172 മുകളിലേക്കൊക്കെ ഒരു ഓപ്പണിംഗ് വരികയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ കോപ്പറിലൊരു പോസിബിലിറ്റി നമ്മൾക്ക് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ കജാരിയ സെറാമിക്സിൻ്റെ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ടുകൾ ഈ ഒരു സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. നമുക്കൊരു 1031 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് വരികയാണെങ്കിൽ കജാരിയ സെറാമിക്സിനെയും തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ, ഈ ഒരു ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും കുറച്ച് നാളത്തെ ഒരു മെയ് 20 തൊട്ടുള്ള ഒരു കൺസോളിഡേഷന് ശേഷം ഒരു ബ്രേക്ക് ഔട്ടുകൾ ഈ ഒരു സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ മെറ്റൽ സെക്ടറിൽ നമുക്കൊരു മെറ്റൽ സെക്ടറിൻ്റെ ട്രെൻഡും ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഒരു 423 മുകളിൽ ഒരു ഓപ്പണിംഗ് വരികയാണെങ്കിൽ ജിൻഡാൽ സ്റ്റീലിനെയും നമുക്ക് ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡാബറിനെ സംബന്ധിച്ചിടത്തോളം 2 ദിവസങ്ങളിൽ ഒരു ഡോജി പാറ്റേണിന് ശേഷം വീണ്ടും ഒരു ബ്രേക്ക് ഔട്ടുകൾ വന്നിട്ടുണ്ട്. 567 മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ വീണ്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 578 വരെയൊക്കെയുള്ള ഒരു റാലികൾ നമുക്ക് ഡാബറിൽ പ്രതീക്ഷിക്കാം. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ അദാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സബ്സിഡറി അദാനി സിമെൻറ്റ്സ് ഇൻഡസ്ട്രീസിനെ അവരുമായിട്ട് പൂർണ്ണമായിട്ട് ലയിപ്പിച്ചിട്ടുണ്ടായിരുന്നു ജൂൺ 11-ാം തീയതി. ഇനി അടുത്തായിട്ട് Q4 റിസൾട്ടുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യമേ തന്നെ DLFനെ സംബന്ധിച്ചിടത്തോളം 480 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 1857 കോടിയുടെ നെറ്റ് ലോസ് ആയിരുന്നു നിലനിന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വർധനവുണ്ടായിരിക്കുന്നു. 1712 കോടി റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 1694 കോടിയുടെ റവന്യൂ ആയിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല കമ്പനിയുടെ കമൻട്രികളിൽ നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് കമൻട്രികളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ 2022-ൽ 30% വളർച്ചയാണ് സെയിൽസ് ബുക്കിങ്ങിൽ കമ്പനി ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ DLFന് ഇതൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ചാർട്ട് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയൊരു 317-318 മുകളിൽ ഒരു ബ്രേക്ക് ഔട്ടുകൾ ആവശ്യമാണ്. 318 അല്ല, ഇപ്പോൾ നമുക്ക് അവരുടെ ഒരു പ്രീവിയസ് ഹൈഡ് അടുത്തേക്കാണ് ഈ ഒരു സ്റ്റോക്ക് നിലനിൽക്കുന്നത്. അപ്പോൾ 18 മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് 332-33 വരെയുള്ള ഒരു റാലികൾ പ്രതീക്ഷിക്കാം. അപ്പോൾ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെയും ഒന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് ട്രെൻഡുകളൊക്കെ ബുള്ളിഷായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ റാലിക്ക് ശേഷമുള്ള ഒരു കറക്ഷനായിട്ടാണ് ഇപ്പോൾ ഇത് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി അടുത്തായിട്ട് സൺ TV നെറ്റ്വർക്കിൻ്റെ Q4ലേക്ക് വന്നു കഴിഞ്ഞാൽ 449 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 250 കോടിയായിരുന്നു നെറ്റ് പ്രോഫിറ്റായിട്ട് നിന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വർധനമുണ്ടായിട്ടുണ്ട്. 735 കോടിയിൽ നിന്നും 782 കോടിയായിട്ട് ഉയർന്നിരിക്കുന്നു. ചാർട്ട് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു റേഞ്ച് ബൗണ്ടറായിട്ടാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു റാലികൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 560 മുകളിലേക്കൊക്കെയുള്ളൊരു ബ്രേക്ക് ഔട്ടുകൾ അനിവാര്യമാണ്. ഇനി അതുപോലെ തന്നെ ലൂമാക്സ് ഓട്ടോ ടെക്നോളജീസ് അവരുടെ Q4ൽ നല്ലൊരു വർധനമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. 6.2 കോടിയിൽ നിന്നും 24 കോടിയായിട്ട് റവന്യൂ ഇയർ ഓൺ ഇയറിൽ ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നു. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 272 കോടിയിൽ നിന്നും 387 കോടിയായിട്ട് ഇവരുടെ റവന്യൂ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് വൈസ് നോക്കിക്കഴിഞ്ഞാലും ഇവർ വീണ്ടും ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു 169-170 മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ വീണ്ടും ഒരു റാലികൾ തുടരാനുള്ള സാധ്യതകൾ ലൂമാക്സിലും നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ഇവരുടെ Q4ലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മെച്ചപ്പെട്ട Q4 ആണ് ഇവർക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അവർക്ക് 1532 കോടിയുടെ ലോസ് ഉണ്ടായിരുന്നുവെങ്കിൽ ലോസ് അവർക്ക് കുറയ്ക്കാൻ സാധിച്ചു. 1034 കോടിയായിട്ട് ലോസ് കുറഞ്ഞിട്ടുണ്ട്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 7170 കോടി റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നു ഇയർ ഓൺ ഇയറിൽ. ചാർട്ട് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് വേ റേഞ്ച് ബോർഡർ ആയിട്ടൊക്കെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് 79 മുകളിലേക്കൊക്കെ ഒരു ബ്രേക്ക് ഔട്ടുകൾ ആവശ്യമാണ് ഇനിയൊരു റാലികൾ തുടരണം എന്നുണ്ടെങ്കിൽ BHEL. ഇനി അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് വരുമ്പോൾ
236 കോടിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 138 കോടിയായിരുന്നു നിലനിന്നത്. ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വർധനമുണ്ടായിരിക്കുന്നു. 1080 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 817 കോടിയായിരുന്നു മാർച്ച് ക്വാർട്ടറിൽ നിന്നത്. അപ്പോൾ വീണ്ടും പ്രീവിയസ് ഹൈഡ് അടുത്തേക്ക് ഈ ഒരു സ്റ്റോക്ക് റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 424-25 മുകളിലേക്കൊക്കെ ഒരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു റാലികൾ കൊച്ചിൻ ഷിപ്പ്യാർഡിലും പ്രതീക്ഷിക്കാം. ഈ ഒരു സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് ഒരു റേഞ്ച് ബൗണ്ടറായിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം എൻട്രികൾ എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ ഈ വരുന്ന ആഴ്ച റിസൾട്ട് കൊടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ കോൾ ഇന്ത്യ, LIC ഹൗസിംഗ് ഫിനാൻസ്, IDFC, ജുബിലൻറ്റ് ഫുഡ് വർക്ക്സ്, റൈറ്റ്സ് ഇങ്ങനെയുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ ഈ ഒരാഴ്ച വരുന്ന ആഴ്ച പബ്ലിഷ് ആവാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഡാറ്റയും നിങ്ങൾ വരുന്ന സ്റ്റോക്കുകളിൽ നിന്ന് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ നാളെ നമ്മൾക്ക് 2 IPOകൾ വരാൻ പോകുന്നു. ശ്യാം മെറ്റാലിക്സിൻ്റെ IPO, അതുപോലെ തന്നെ സോണ കോംസ്റ്റാർ. ഈ 2 IPOയും സബ്സ്ക്രിപ്ഷനായിട്ടുള്ള വിൻഡോ നാളെ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ IPOയിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു 2 IPOകളും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അവരുടെ RHP ഫയലൊക്കെ സെബിയുടെ വെബ്സൈറ്റുകളിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ അത് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ IPOകളും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നാളെ ടാറ്റ കെമിക്കൽസിൻ്റെ ഡിവിഡൻഡ് എക്സിക്യൂഷൻ ഡേറ്റ് ആണ്. 10 രൂപ പെർ ഷെയർ 10 രൂപയാണ് അവർ ഡിവിഡൻഡായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് പെർ ഷെയറിൽ. അപ്പോൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ നാളെ ഡിവിഡൻഡ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇവരുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺസോളിഡേഷൻ മൂഡിലാണ് ഈ ഒരു സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോജി പാറ്റേൺ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഫോം ചെയ്തത്. ഇനി ഒരു 760 മുകളിലേക്കൊക്കെ 755 756 മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടാറ്റ കെമിക്കൽസിനെ ഇനി കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നാളെ ഡിവിഡൻഡിൻ്റെ ഭാഗമായിട്ട് ഡിവിഡൻഡ് എക്സിക്യൂഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ചെറിയൊരു കറക്ഷനും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഇനി അതുപോലെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെ സംബന്ധിച്ചിടത്തോളം അവരും നാളെ ഡിവിഡൻഡ് എക്സിക്യൂഷൻ ഡേറ്റ് ആണ്. 17 രൂപ പെർ ഷെയറിലാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 സ്റ്റോക്കും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡിവിഡൻഡുകൾ വാങ്ങുന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസുകളും സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.